മഴയുടെ ശക്തി കുറഞ്ഞിട്ടും ആലപ്പുഴയുടെ താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളത്തിനടിയിലാണ്. കുട്ടനാട് താലൂക്കിലെ സർക്കാർ സ്ഥാപനങ്ങളിലും AC റോഡിലും വെള്ളക്കെട്ട് അതിരൂക്ഷമാണ്. പുറംബണ്ട് നിർമ്മിക്കാത്തതും തൊട്ടപ്പള്ളി പൊഴിമുറിക്കൽ വൈകിയതുമാണ് വെള്ളക്കെട്ടിന് കാരണമെന്ന് നാട്ടുകാർ പറയുന്നു. നടന്നു എൻ്റെ വണ്ടി കുറച്ച് ദിവസം മുമ്പ് വെള്ളം കയറി പ്രശ്നമായിരുന്നു. വേറെ കുഴപ്പങ്ങൾ നടന്നു വരാനുള്ള ബുദ്ധിമുട്ടുണ്ട്. സബ് ട്രഷറി ആലപ്പുഴയിലേക്ക് മാറ്റി. അത് വെള്ളം കയറുമ്പോഴത്തേക്ക് ആൾക്കാർക്ക് വരാനൊക്കെ ബുദ്ധിമുട്ടല്ലേ, പൊതുജനങ്ങൾക്ക് ഉള്ളു വരുന്നില്ല. അതെ, വെള്ളക്കെട്ടാണ് പ്രശ്നമാണ്. കഴിഞ്ഞ 2 ദിവസമായി ആലപ്പുഴയിൽ മഴ പൂർണ്ണമായും ശമിച്ചിരുന്നു. എന്നിട്ടും കുട്ടനാട് ഉൾപ്പെടെയുള്ള താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളത്തിനടിയിൽ തുടരുകയാണ്. ചമ്പക്കുളം വില്ലേജ് ഓഫീസും മങ്കൊമ്പ് സബ് ട്രഷറിയും വെള്ളത്തിൽ മുങ്ങി. പുളിങ്കുന്ന് പോലീസ് സ്റ്റേഷന് പരിസര പ്രദേശങ്ങളും വെള്ളത്തിനടിയിലായി. തോട്ടപ്പള്ളി പൊഴിമുറിക്കൽ വൈകിയതാണ് വെള്ളക്കെട്ട് രൂക്ഷമാകാൻ കാരണമെന്ന് നാട്ടുകാർ. പുറംബണ്ട് നിർമ്മിക്കുന്നതിന്റെ നടപടികൾ ഇഴഞ്ഞു നീങ്ങുന്നതിൽ MLAക്കെതിരെയും പ്രതിഷേധം. ശക്തമായ പ്രതിഷേധത്തിലാണ്. ഈ പ്രതിഷേധം ഈ റോഡിന്റെ നിർമ്മാണം പൂർത്തിയാകാൻ പോവുകയാണ് എന്നാണ് അവർ അവകാശപ്പെടുന്നത്. എന്നാൽ ഈ റോഡിന്റെ ഉദ്ഘാടനം, ഇത്തരം പ്രശ്നങ്ങൾ പരിഹരിക്കാതെ ഈ റോഡിന്റെ ഉദ്ഘാടനം നടത്തുവാൻ ഇവിടുത്തെ കോൺഗ്രസ് പാർട്ടിയും ഇവിടുത്തെ ജനാധിപത്യ വിശ്വാസികൾ, ഈ പ്രദേശത്തുള്ള കർഷകരും കർഷകത്തൊഴിലാളികളും അടങ്ങുന്ന സമൂഹം അതിന് തയ്യാറാവുകയില്ല. ഇത്തരം ശക്തമായ പ്രതിഷേധ സമര പരിപാടികളെ ഞങ്ങൾ മുന്നോട്ട് പോകും. 2018 പ്രളയാനന്തരം നിർമ്മിച്ച AC റോഡിലെ പല ഭാഗങ്ങളും വെള്ളത്തിലാണ്. വെള്ളക്കെട്ടിനെതിരെ വള്ളവുമായി കുട്ടനാട് കോൺഗ്രസ് ബ്ലോക്ക് കമ്മിറ്റി പ്രതിഷേധിച്ചു. ഈ റോഡിൽ ഒരു കാരണവശാലും വെള്ളം കയറുകയില്ല എന്നാണ് പറഞ്ഞത്. പ്രളയത്തിന് ശേഷം പ്രളയത്തിനെക്കാട്ടിൽ അന്നുണ്ടായിരുന്ന വാട്ടർ ലെവലിനെക്കാട്ടിൽ ഉയർത്തി നിർമ്മിച്ച റോഡാണെന്നാണ് അവകാശപ്പെട്ടത്. ശക്തമായ ഒരു കിഴക്കൻ വെള്ളം എക്കലായിട്ട് വരികയോ ഒന്നും ഉണ്ടായിട്ടില്ല. ഈ 4 ദിവസത്തെ മഴ കൊണ്ട് മാത്രമാണ് ഇവിടെ AC റോഡിൽ ഇത്രമാത്രം വെള്ളം കയറിയെന്നുള്ളതാണ് വാസ്തവം. അതൊന്ന് ഈ അധികാരികൾ കണ്ടില്ല എങ്കിൽ അതിശക്തമായ സമരപരിപാടികളായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോകും. വെള്ളക്കെട്ട് മാറുന്നതുവരെ കുട്ടനാട് അമ്പലപ്പുഴ താലൂക്കിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ജില്ലാ ഭരണകൂടം അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. മഴ മാറിയിട്ട് കുട്ടനാട്ടിലെ വെള്ളക്കെട്ടിന് പരിഹാരമാകുന്നതിൽ അതിന്റെ നേർസാക്ഷ്യമാണ് കണ്ടത്. MLAക്കും ജനപ്രതിനിധികൾക്കുമെതിരെ പ്രതിഷേധ സ്വരം ഇന്നും നാട്ടുകാർ ഉയർത്തിയിട്ടുണ്ട്. ആലപ്പുഴയിൽ നിന്നും ഷിബിൻ ബഷീറിനൊപ്പം YS അഭിനന്ദ്, 24.